ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയാണ് ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്നത്. എന്തായാലും മീനാക്ഷിക്ക് എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് രാത്രിയിൽ മീനാക്ഷിയാണെങ്കിൽ ചന്ദ്രമോഹനെ വിളിക്കുകയാണ്. എന്നിട്ട് മോഹൻ സാറല്ലേ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെ പറയുന്നു. ചന്ദ്രമോഹനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് മീനുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മീനാക്ഷി ആകെ വല്ലാത്തൊരു അവശതയിലാണ്. ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പ്രസന്നയും വരികയാണ്. അവളുടെ പുറമൊക്കെ തടവി കൊടുക്കുകയാണ്. എന്തായാലും മീനാക്ഷി അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് പ്രസന്നയ്ക്കാണെങ്കിൽ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ചന്ദ്രമോഹൻ കയറി വന്ന് മീനാക്ഷിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ എന്താ കുഴപ്പമെന്നൊക്കെ. എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്, മാത്രമല്ല ആകെ കുഴഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പ്രസന്നയാണെങ്കിൽ ചന്ദ്രമോഹനോട് പറയുന്നുണ്ട്, ഓടി നടന്ന പെൺകുട്ടിയായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ ആകെ ക്ഷീണിച്ച് തളർന്നെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അമ്മ എന്നുള്ള രീതിക്കുള്ള വിഷമങ്ങളൊക്കെ ചന്ദ്രമോഹനോട് പറയണം. എന്തായാലും നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിൽ മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാർക്ക് ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നു. കുഴപ്പമില്ല, നാളെ രാവിലെ തന്നെ റെഡിയായി നിൽക്കണം, ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രാവിലെ മീനുവുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ചന്ദ്രമോഹൻ വരികയാണ്. അതിന് മുമ്പായി തന്നെ അയൽപ്പക്കത്തെ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, ആരാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്, അവരാരാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്നലെ രാത്രിയും അയാൾ കാറിൽ വന്നിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ പ്രസന്നയ്ക്കും മീനാക്ഷിക്കും അതൊരു കുറവ് പോലെ തോന്നുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മീനാക്ഷിയെയും പ്രസന്നയെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് ചന്ദ്രമോഹൻ കാറിലേക്ക് കയറാനായിട്ട് പറയുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, അതെ സാറേ, പറയുന്നതോടൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം, കുഴപ്പമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ഇങ്ങനെ കാറിൽ വന്നു പോകുന്നതൊക്കെ അടുത്തുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിന് മാനക്കേടായിട്ട് തോന്നുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ ആകെ ഒരു തളർന്ന അവസ്ഥയിലാണ്. അവളുമായിട്ട് പ്രസന്നയാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിന്.